ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പച്ചക്കറി തോട്ടത്തിലായാലും ഈവൻ ഹൗസ് ഗാർഡനിലായാലും പിന്നെ വെറുതെ പറമ്പ് നോക്കിയാലും എവിടെ പോയി കഴിഞ്ഞാലും കാണാൻ പറ്റുന്നൊരു ഇഷ്യൂ ആണ് ഈ പുഴുക്കൾ. കുഞ്ഞു കുഞ്ഞു പുഴുക്കൾ വന്ന് നമ്മുടെ ചെടിയുടെ ഇലയിലൊക്കെ കരണ്ട് തിന്നുകയും അതിന് മുഴുവൻ ഹോളിട്ട് നശിപ്പിക്കുകയും വൃത്തികേടാക്കി ചെടി നശിപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ പുഴുക്കളെന്ന് പറയുന്നത്. പുഴുക്കളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ശലഭങ്ങളുടെയൊക്കെ കുഞ്ഞു ലാർവകളാണ്. അതായത് ഈ പറഞ്ഞു നടക്കുന്ന ബട്ടർഫ്ലൈയും മറ്റ് ശലഭങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വന്ന് നമ്മുടെ ചെടിയുടെ ഇലയുടെ അടിയിൽ മുട്ടയിട്ടിട്ട് പോകും. അപ്പോൾ ഈ മുട്ടകൾ വിരിഞ്ഞിറങ്ങുന്ന ജീവികളാണ് പുഴുക്കൾ, ലാർവ. ഇതാ ഇലയിരുന്ന് ആ ഇല മുഴുവൻ കരണ്ട് തിന്നും. മിക്കവാറും ഇലയുടെ അടിഭാഗത്തോ അല്ലെങ്കിൽ ഇലയുടെ തണ്ടിലോ അല്ലെങ്കിൽ ഇളം തണ്ടിലൊക്കെ പറ്റി പിടിച്ചിട്ടായിരിക്കും ഇവർ മിക്കവാറും ഒളിച്ചിരിക്കുന്നത്. രാവിലെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇവർ ആക്റ്റീവ് ആവും. എന്നിട്ട് ഇലയൊക്കെ നന്നായിട്ട് തന്നെ കരണ്ട് തിന്നും. ചിലപ്പോൾ ഇലകളിൽ നല്ല സർക്കുലർ ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റും, ഇല്ലെങ്കിൽ അതിൻ്റെ അകത്ത് നല്ല നല്ല ഹോൾസ് ഇട്ട് വയ്ക്കും. അതും അല്ലെങ്കിൽ ഇലയുടെ അടിഭാഗത്തു നിന്ന് ആ മാംസളമായ ഭാഗം മുഴുവൻ കരണ്ട് നിന്നിട്ട് ഇല ഏകദേശം നമ്മുടെ നെറ്റ് പോലെയോ അല്ലെങ്കിൽ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് പോലെയൊക്കെ ആക്കി വയ്ക്കും. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവേ ഒരു പുഴുവിൻ്റെ അറ്റാക്ക് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ലക്ഷണങ്ങൾ. പിന്നെ ഇവർ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇവ ഇരിക്കുന്ന ഭാഗത്ത് നിലത്തായിട്ട് അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള ഇലകളിലൊക്കെ ചെറിയ ചെറിയ തേയിലപ്പൊടി പോലെയോ അതിനേക്കാൾ കുറച്ചുകൂടെ വലിയ സൈസിലുള്ള കറുത്ത തരികൾ കാണാൻ പറ്റും. കറുത്ത തരിയായിരിക്കും, ചില സമയത്ത് ഡാർക്ക് ഗ്രീനൊക്കെ ആയിരിക്കും. ഇത് ഈ പുഴുക്കൾ തിന്നിട്ട് ഇടുന്ന കാഷ്ടമാണ്. അത് മിക്കവാറും പുഴു എവിടെയാണോ ഇരിക്കുന്നത് അതിൻ്റെ നേരെ താഴെ തന്നെ ഇതുണ്ടാവും. അപ്പോൾ ഈ കാഷ്ടം കാണുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ അതിൻ്റെ മേൽഭാഗത്ത് എവിടെ ഒരു പുഴുവുണ്ട്. ഇവയെ കണ്ടുപിടിക്കണമെങ്കിൽ അത് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം സൺസെറ്റ് കഴിഞ്ഞ് വെയിലൊക്കെ മാറി ചൂടൊക്കെ മാറുന്നൊരു അവസരത്തിൽ പോയി നോക്കിയാൽ കഴിഞ്ഞാൽ ഇവരെ കാണാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത സമയങ്ങളിലൊക്കെ ഇവരെവിടെയെങ്കിലും ഒളിച്ചിരിക്കാറാണ് പതിവ്. അപ്പോൾ ഇവന്മാർക്ക് ഇന്ന ചെടി തന്നെ വേണമെന്നില്ല, ഏകദേശം കിട്ടുന്ന എല്ലാവരും കഴിച്ചു തീർക്കും. ചെടി നശിപ്പിക്കാൻ തന്നെ കുറച്ച് പുഴുക്കൾ മതി. ചില സ്ഥലങ്ങളിൽ ഇവരുടെ അറ്റാക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. അതായത് ചെടിയുടെ പല സ്ഥലങ്ങളിലായിട്ടും ഒന്നോ രണ്ടോ പുഴുക്കൾ പലയിടത്തായിരുന്നു പോയി കഴിക്കും. ചില സമയത്ത് ഇവർക്ക് ഒരു കൂട്ടത്തോടെ ഒരു സൈഡിൽ മൊത്തം തിന്ന് തീർക്കാറും ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പുഴുക്കൾ പല രീതിയിൽ കാണാറുണ്ട്. ചില സമയത്ത് നല്ല പച്ചക്കളറിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന പുഴുക്കളുണ്ടാവും. ചില സമയത്ത് ദേഹം മുഴുവൻ രോമങ്ങളായിട്ട് കണ്ടാൽ തന്നെ അറുപ്പ് തോന്നുന്ന ടൈപ്പ് പുഴുക്കളുണ്ടാവും. ചില പുഴുക്കളെ കാണാനാണെങ്കിൽ ഭയങ്കര ഭംഗിയാണ്, ചിലർക്കൊക്കെ നല്ല ആറ്റിറ്റ്യൂഡൊക്കെ ആയിരിക്കും. അത് ഓരോരോ ശലഭങ്ങൾക്കനുസരിച്ച് നല്ല ഭംഗിയുള്ള പുഴുക്കളും വൃത്തികേടായിട്ടുള്ള പുഴുക്കളൊക്കെ നമ്മുടെ ചെടികളിൽ വരാറുണ്ട്. ഏത് തരം പുഴുക്കളായാലും നമ്മുടെ ചെടിക്ക് നല്ല ഡാമേജ് ആയിരിക്കും തന്നിട്ട് പോകുന്നത്. അതുകൊണ്ട് ഇവയെ കൺട്രോൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഴുവിനെ കൺട്രോൾ ചെയ്യേണ്ട ഇൻസെക്ടിസൈഡാണ് ഇന്നത്തെ വീഡിയോയിൽ. വേറൊന്നുമില്ല, നമുക്ക് ഒന്നിൽ കുറച്ച് പച്ചമുളക് എടുക്കാം. കാന്താരി മുളക് കിട്ടുകയാണെങ്കിൽ അതാണ് ബെസ്റ്റ്. നമുക്ക് കാന്താരി മുളക് വെച്ചിട്ട് നല്ലൊരു പ്രയോഗം ഉണ്ടാക്കാം. ഞാൻ കുറച്ച് പച്ചമുളകാണ് എടുത്തേക്കുന്നത്, പഴുത്തു പോയെന്നേ ഉള്ളൂ. പച്ചമുളകാണ് എടുക്കേണ്ടത്. നല്ല എരിയുള്ള ഏത് മുളകായാലും നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം. കുറച്ച് കാന്താരി മുളകോ അല്ലെങ്കിൽ 1-2 പച്ചമുളക് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു പ്രിപ്പറേഷൻ എങ്ങനെ ഉണ്ടാക്കും നമുക്ക് കാണാം. അതിന് മുന്നേ ഞാൻ സന്തോഷ്, ഇത് ഫ്രഷീസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ. ഞാൻ റൂഫ് ടോപ്പ് ചെയ്യുന്ന ഹൈഡ്രോപോണിക് ഫാമിംഗ് പിന്നെ കുറേ ഓർഗാനിക് ഫാമിൻ്റെ വിശേഷങ്ങളും അതിന് ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ടെക്നിക്സ് നിങ്ങളോട് വിവരിക്കുന്ന കുറച്ച് വീഡിയോകളാണ് ചാനലുള്ളത്. വീഡിയോകൾ മുടങ്ങാതെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് ഓൺ ചെയ്ത് വെച്ചിരിക്കും. ഞാൻ ഇതുപോലെ പുതിയ പുതിയ വീഡിയോകൾ ഇടുമ്പോഴേക്കും ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനാണ് ബെൽ ഐക്കൺ ഓൺ ആക്കി വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മിക്കവാറും പുഴുക്കൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോഡി ആയിരിക്കും, നല്ല മാർദ്ദവമുള്ള സോഫ്റ്റ് ശരീരമായിരിക്കും. നമുക്കറിയാം കാന്താരി മുളകിൻ്റെ എക്സ്ട്രാക്റ്റൊക്കെ നമ്മുടെ കൈപ്പറ്റി തന്നെ നല്ല നീറ്റിലായിരിക്കും. അപ്പോൾ അത് വെച്ച് പുഴുവിൻ്റെ ദേഹത്ത് നിന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പുഴുക്കളെ ഓടിക്കുന്ന ഒരു ടെക്നിക്കാണിത്. ഞാൻ മിക്കവാറും മിൻറ്റിൻ്റെ അടിയിലൊക്കെ പുഴുവിനെ കാണുമ്പോഴേക്കും ഈ ടെക്നിക്ക് ഉപയോഗിക്കാറുണ്ട്. അത്യാവശ്യം നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ സോഫ്റ്റ് ബോഡീഡ് ആയിട്ടുള്ള പുഴുക്കളും അതുപോലുള്ള ജീവികളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒരു ഇൻസെക്ടിസൈഡാണ്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാൻ പോകാം. അപ്പോൾ പുഴുക്കളെ ഓടിക്കാനുള്ള പ്രിപ്പറേഷന് നമുക്ക് പ്രധാനമായി വേണ്ടത് കുറച്ച് മുളകുകളാണ്. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് കുറച്ച് പച്ചമുളകാണ്. കാന്താരി മുളക് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. കാന്താരി മുളക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് നല്ല എരിയുള്ള പച്ചമുളകായാലും മതി, കുഴപ്പമൊന്നുമില്ല. കാന്താരി മുളകാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു അരപ്പിടി അത്രയും മതിയാവും. ഇതിപ്പോൾ ഞാൻ കുറച്ചധികം മുളക് എടുത്തിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് 4 ലിറ്ററോളം പ്രിപ്പറേഷനാണ് ഉണ്ടാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും മുളക് എടുത്തേക്കുന്നത്. പിന്നെ മുളകിനെ കൈകാര്യം ചെയ്യുമ്പോഴേക്കും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കൈ നീറാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പെയർ ഗ്ലൗസ് ഉള്ളത് വളരെ വളരെ നല്ലതാണ്. ഇല്ലെങ്കിൽ നമ്മുടെ കൈ മുഴുവൻ നന്നായിട്ട് നീറിപ്പോകഞ്ഞൊരു പരുവോ. നമ്മൾ നേരത്തെ ഇതുപോലത്തെ ഒരു പ്രിപ്പറേഷൻ ഉണ്ടാക്കിയപ്പോൾ നല്ലൊരു പണി എനിക്ക് കിട്ടിയാണ്. അപ്പോൾ ഇൻ കേസ് എങ്ങനെ സംഭവിച്ച കൈക്ക് നീറ്റിൽ സംഭവിക്കുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള പ്രതിവിധി ഞാൻ വീഡിയോയുടെ അവസാനം പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾക്ക് ഇനി ചെയ്യേണ്ടത് ഈ മുളകിനെ കൊണ്ടുപോയി നന്നായിട്ട് അരച്ചുകൊണ്ട് വരണം. ചതയ്ക്കാൻ പറ്റുമെങ്കിൽ ചതയ്ക്കാം, ഇല്ലെങ്കിൽ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് ഒന്ന് ചതച്ച് കൊണ്ടുവരാം. എന്നിട്ട് ഇതിൽ നിന്നുള്ള എക്സ്ട്രാക്റ്റ് നമുക്ക് എടുക്കണം. അതാണ് അടുത്ത പരിപാടി. അപ്പോൾ നമുക്ക് ഈ മുളകിനെ കൊണ്ടുപോയി മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് ചതച്ച് കൊണ്ടുവരാം. സോ ഫ്രണ്ട്സ്, നമ്മൾ മുളക് അരച്ച് നല്ല ജ്യൂസാക്കി കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നന്നായിട്ട് മിക്സിയിലടിച്ച് നല്ല ജ്യൂസാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ചെയ്യേണ്ടത് തന്നെ നന്നായിട്ട് അരിച്ചെടുക്കണം. അരിച്ചെടുത്തില്ലെങ്കിൽ എപ്പോഴും പറയാറുള്ള നമ്മുടെ സ്പ്രെയറിൻ്റെ നോസിനകത്ത് കയറി ഇത് ബ്ലോക്ക് ആവും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ അരിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് വേറൊരു കണ്ടെയ്നറിലേക്കാണ് ഇതിന് അരിച്ചെടുക്കുന്നത്. ഇതൊരു 2 ലിറ്ററിൻ്റെ കണ്ടെയ്നറാണ്. നമുക്കിത് വെച്ചിട്ട് 4 ലിറ്ററാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഉള്ളത് എക്സ്ട്രാക്റ്റിനെ നമുക്ക് ഇതിലേക്ക് അരിച്ചെടുക്കാം.
സാധാരണ ഒരു അരിപ്പ് ഉപയോഗിച്ച് തന്നെ ഇരിക്കുന്നത്. കുറച്ചുകൂടെ നല്ല ക്ലോസ് ആയിട്ടുള്ള നെറ്റുള്ള അരിപ്പാണെങ്കിൽ നല്ലത്. ഇപ്പോൾ എൻ്റെ ഇതുള്ള ഇത് വെച്ച് ഞാൻ അരിച്ചെടുക്കുകയാണ്. നല്ല മണമാണ്, മൂക്കിലൊക്കെ നല്ല എരി അടിച്ച് കയറുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് കണ്ണിലും മൂക്കിലൊന്നും ആകാതെ നോക്കുക, മുഖത്തൊന്നും വീഴാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇത്രയും അതിൻ്റെ ചണ്ടി കിട്ടി. നമുക്കിനി ഇതിനെ ഒന്നുകൂടെ വെള്ളത്തിലിട്ട് അലിയിച്ച് കുറച്ചുകൂടെ ഇതിനകത്തുള്ള എക്സ്ട്രാക്റ്റ് നമുക്ക് എടുക്കണം. അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് അതിനെ നമുക്ക് അരിച്ച് തന്നെ എടുക്കാം. അപ്പോൾ അതിൽ നിന്നുള്ള മാക്സിമം എക്സ്ട്രാക്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. മുളകിൽ നിന്നുള്ള മാക്സിമം ജ്യൂസ് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് എടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഗ്ലൗസ് ഇടാതെ ഇതിങ്ങനെ ചെയ്യരുത്. നമ്മൾ ചെയ്യുമ്പോഴേക്കും കയ്യിൽ നീറ്റിലൊന്നും എടുക്കില്ല, പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല പുകച്ചിലുണ്ടാവും. ഇത്രയും മതി. ഇപ്പം നല്ല അരിച്ചെടുത്ത മുളകിൻ്റെ എക്സ്ട്രാക്റ്റാണ് ഇതായിരിക്കുന്നത്, കണ്ടില്ലേ? നമുക്ക് ഇത്രയും കിട്ടി. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് ഡൈലൂട്ട് ചെയ്താൽ മതി. നമുക്കിതിനെ 4 ലിറ്റർ ആക്കാം. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇതുപോലെ തന്നെ 2 ലിറ്ററിൻ്റെ വേറൊരു കണ്ടെയ്നറുണ്ട്. നമുക്കതിൻ്റെ പകുതി നമുക്കിതിലേക്ക് പകർന്നെടുക്കാം. ഇത് വെച്ചിട്ടൊരു കാര്യമുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിനെ പകുതിയായിട്ട് എടുക്കുന്നത്. കണ്ടില്ലേ? കിട്ടിയ എക്സ്ട്രാക്റ്റ് നമ്മൾ 2 മാറ്റി എടുത്തിട്ടുണ്ട്. നമുക്കിതിനെ 2 വീതം ലിറ്ററായിട്ട് ഡൈലൂട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം 4 ലിറ്റർ മുളക് എക്സ്ട്രാക്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് വേണമെങ്കിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം, പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടെ എഫക്റ്റീവ് ആവുന്നത് ഇതിനകത്ത് കുറച്ച് കഞ്ഞിവെള്ളവും കുറച്ച് വെളുത്തുള്ളിയും ചേർത്ത് കഴിഞ്ഞാലാണ്. അതല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ പ്രിപ്പറേഷനിലൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിനകത്തേക്ക് കുറച്ച് ഗോമൂത്രമാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഗോമൂത്രം വളരെ നല്ല എഫക്റ്റീവാണ് മുളകിനോട് ചേരുമ്പോഴേക്കും. അപ്പോൾ ഞാനിതിൽ ഒന്നിൽ ഗോമൂത്രം ആഡ് ചെയ്യണം. അത് നമ്മുടെ സാധാരണ ചെടികൾക്ക് വേണ്ടിയിട്ടും പച്ചക്കറിക്ക് വേണ്ടിയിട്ട് അടിക്കാനാണ്. ഒന്ന് അതില്ലാതെ മുളക് എക്സ്ട്രാക്റ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. അതാണ് നമ്മുടെ മിൻറ്റിലേക്ക് അടിക്കാൻ പോകുന്നത്. മിൻറ്റിൻ്റെ കുഞ്ഞു പ്ലാന്റ്സ് ആണെങ്കിൽ നമ്മൾ അതിനകത്ത് ഗോമൂത്രം ചേർത്ത് അടിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഏകദേശം ഹാർവസ്റ്റ് ആയതാണ്. ഹാർവസ്റ്റ് ആയ സമയത്ത് നമ്മൾ ഗോമൂത്രം ചേർത്ത് അടിക്കാറില്ല. മുളക് എക്സ്ട്രാക്റ്റ് മാത്രമേ കൊടുക്കാറുള്ളൂ. നമ്മൾ ലീഫി അല്ലേ, നമ്മൾ പച്ചക്ക് കഴിക്കുക അല്ലെങ്കിൽ കറിയിലൊക്കെ ഡയറക്റ്റായിട്ട് ആഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഗോമൂത്രം ആഡ് ചെയ്യത്തില്ല. ഡയറക്റ്റായിട്ട് മുളക് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരെണ്ണത്തിൽ നമുക്ക് കുറച്ച് ഗോമൂത്രം ആഡ് ചെയ്യുക. അത് നമ്മുടെ സാധാരണ പച്ചക്കറി ചെടികൾക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ അടുത്തുള്ളത് കുറച്ച് ദേശി പശുവിൻ്റെ ഗോമൂത്രമാണ്. വെച്ചൂർ പശുവിൻ്റെ എങ്ങാണ്ടമാണ്. ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ കളക്ട് ചെയ്ത് വെച്ചതാണ് വെച്ചൂർ പശുവിൻ്റെ ഗോമൂത്രം. അപ്പോൾ അതിൽ നിന്ന് ഏകദേശം ഒരു 60 മില്ലി ലിറ്റർ നമ്മളിതിലേക്ക് ഒരെണ്ണത്തിലേക്ക് ആഡ് ചെയ്യാണ്. അപ്പോൾ ഇത് നമ്മുടെ ഫാമിലുള്ള ടൊമാറ്റോയിലേക്ക് അടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് തൽക്കാലം അടച്ചു വയ്ക്കാം. നമ്മൾ ഫാമിൽ കൊണ്ടുപോകാൻ പോവുകയാണ്. ബാക്കിയുള്ള പ്രിപ്പറേഷൻ നമുക്ക് നേരെ സ്പ്രേയറിലാക്കിയിട്ട് നമ്മുടെ ടെറസിൻ്റെ മേളിലുള്ള മിൻറ്റിൽ കൊണ്ടുപോയി സ്പ്രേ ചെയ്യാം. അപ്പോൾ സ്പ്രേയർ എൻ്റെ ഒരു 5 ലിറ്ററിൻ്റെ സ്പ്രേയറാണുള്ളത്. ഇതിനെ പറ്റിയുള്ള വീഡിയോ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച ഇട്ടത്. നമ്മൾക്ക് കുറച്ചധികം പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ ഇതുപോലൊരു വലിയ സ്പ്രേയറാണ് എളുപ്പം. അപ്പോൾ നമ്മുടെ ഈ ഒരു മുളക് മിക്സർ ഇതിനകത്തേക്ക് നിറയ്ക്കുകയാണ്. വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് അരിച്ചെടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. ചെറിയ ചെറിയ തരികളുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്രാവശ്യം കൂടെ അരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് ഏകദേശം 2 ലിറ്ററോളം നമ്മൾ ഇതിനകത്തേക്ക് നിറച്ചു. വേറെ ഒന്നുമില്ല, ഇനി നമ്മൾ പമ്പ് തിരിച്ചു വയ്ക്കുന്നു, അതിനകത്ത് ആവശ്യമുള്ള പ്രഷർ കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ടെറസിൻ്റെ മുകളിൽ പോയി പുഴുക്കൾ ഒളിച്ചിരിക്കുന്ന മിൻറ്റ് ചെടിയുടെ ഇലയുടെ അടിഭാഗത്തേക്ക് സ്പ്രേ ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, എപ്പോഴും നമ്മുടെ ഈ പുഴുക്കളൊക്കെ ഇലയുടെ അടിഭാഗത്തായിരിക്കും ഒളിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്കൊക്കെ പോയി നോക്കിയാൽ ഉമ്മരെ കാണാനേ പറ്റത്തില്ല. വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ പോയി നോക്കുമ്പോഴേക്കും ഉമ്മര ആ തണ്ടിനോട് ചേർന്നൊക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും ഇലയുടെ അടിഭാഗത്തൊക്കെ അതുപോലെ തണ്ടിലൊക്കെ നന്നായിട്ട് വീഴുന്ന രീതിയിൽ വേണം അത് സ്പ്രേ ചെയ്യാനായിട്ട്. നമുക്കത് കൊണ്ട് അപ്ലൈ ചെയ്യാം. പിന്നെ ഇത് അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ കൂടെ അടുത്ത് നിൽക്കുന്ന ആരുടെയും മുഖത്തേക്ക് വീഴാതെ ശ്രദ്ധിക്കുക. അതുപോലെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് വേണം അത് സ്പ്രേ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ നിന്ന് സ്പ്രേ ചെയ്യുമ്പോഴേക്കും കാറ്റിൻ്റെ എതിർവശത്തായിട്ട് നിൽക്കരുത്. അതായത് നമ്മൾ അടിക്കുന്ന സ്പ്രേ തന്നെ കാറ്റടിച്ച് നമ്മുടെ മുഖത്തേക്കും വീഴാതെ കണ്ണിലൊന്നും പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മുളകാണ്, നന്നായിട്ട് നീറും, ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രം ഈ ഒരു പ്രയോഗം അപ്ലൈ ചെയ്യുക. കണ്ടില്ലേ, ഇലയുടെ അടിഭാഗത്തൊക്കെ വീഴുന്ന രീതിയിലാണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നത്. സോഫ്റ്റ് ആയിട്ടുള്ള ബോഡിയുള്ള പെസ്റ്റുകൾക്കാണ് ഈ മുളക് എക്സ്ട്രാക്റ്റ് ഏറ്റവും നല്ലത്. എന്ന് വെച്ചാൽ അവരുടെ ദേഹത്ത് വീഴുമ്പോഴേക്കും പൊള്ളിപ്പോവും. ഏതായാലും ഇതിന് മുന്നേക്ക് നമ്മുടെ പുതിനയിൽ പുഴുവിൻ്റെ അറ്റാക്ക് വന്നപ്പോഴേക്കും ഈ മുളക് എക്സ്ട്രാക്റ്റ് കൊണ്ട് വളരെ നല്ല ഫലപ്രദമായ ഒരു കൺട്രോളാണ് കിട്ടിയത്. കുറച്ച് ദിവസത്തേക്കിനും പുഴുക്കളൊന്നും വരത്തില്ല. ഉള്ള പുഴുക്കളൊക്കെ ഏത് വഴി പോകുന്നൊന്നും അറിയാൻ പറ്റത്തില്ല. പിന്നെ നോക്കുമ്പോഴേക്കും ഒരുത്തിനെ പോലും കാണാറില്ലായിരുന്നു.
അപ്പോൾ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻസെക്ടിസൈഡ് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കും നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ. ഇത് ഉണ്ടാക്കുമ്പോഴേക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു. കയ്യിൽ ഗ്ലൗസ് ഇടുക, അതുപോലെ തന്നെ മുഖത്തോ ദേഹത്തോ ഒന്നും വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഉണ്ടാക്കുന്ന സമയത്തായാലും നമ്മൾ ഗാർഡനിൽ അപ്ലൈ ചെയ്യുന്ന സമയത്തായാലും കുഞ്ഞു കുട്ടികളോ അല്ലെങ്കിൽ നമ്മുടെ വളർത്തുമൃഗങ്ങളൊക്കെ അടുത്തുണ്ടെങ്കിൽ അവരൊക്കെ മാറ്റാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ദേഹത്ത് വന്ന് വീഴാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞായിരുന്നു, ഇൻ കേസ് നമ്മുടെ കയ്യിലൊക്കെ പെട്ട് കൈക്ക് നല്ല നീറ്റിലുണ്ടാവുകയാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ 1-2 പ്രതിവിധികളുണ്ട്. അതിലൊന്നാണ് നമ്മുടെ പാല്. അത്യാവശ്യം ചെറിയ ചൂടുള്ള വാം പാലുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് കൈ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ആശ്വാസം കിട്ടും. അല്ലെങ്കിൽ നമുക്ക് തൈര് അപ്ലൈ ചെയ്താലും മതി, കുറച്ച് ആശ്വാസം കിട്ടും. രണ്ടാമതൊരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ സാനിറ്റൈസർ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കഴുകിയാൽ മതി. അതിനുശേഷം ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആശ്വാസം കിട്ടും. അല്ലെങ്കിൽ നമ്മൾ കിച്ചണിൽ പാത്രങ്ങൾ കഴുകാൻ ഉപയോഗിക്കുന്ന സോപ്പുണ്ടല്ലോ, ഡിഷ് വാഷ്, അത് വെച്ചിട്ടൊന്ന് കഴുകിയാലും ഇതിൽ നിന്നൊരു ആശ്വാസം കിട്ടും. മെയിനായിട്ട് ഇതൊന്നും കയ്യിൽ പറ്റാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള പ്രയോഗമാണ്. കുറച്ച് ശ്രദ്ധിച്ചാൽ മാത്രം മതി. പുഴുക്കൾക്കെതിരെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പെസ്റ്റിസൈഡാണ്. ഞാൻ നമ്മുടെ ഗാർഡനിൽ ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്യുന്നതുമാണ്, നല്ല റിസൾട്ട് കിട്ടുന്നതുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക. അതുപോലെ കൃഷിയെ സ്നേഹിക്കുന്ന മറ്റു കൂട്ടുകാർക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ കൃഷി വിശേഷങ്ങളും പുതിയ ടെക്നിക്സുമായിട്ട് ഞാൻ വീണ്ടും വരാം. സോ സ്റ്റേ ട്യൂൺഡ്.